അപ്പൊ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്നത് ഏതോ ഏതോ രണ്ട് നമ്പറിന്റെ റേഷ്യോ 3:4. അപ്പം ആ രണ്ട് നമ്പറിന്റെ കൂടെ if each number is increased by 3, the ratio becomes എത്ര? 4:5. അതായത് ഏതാ നമ്പർ എന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്പർ ഏതാണെന്നറിയോ? അപ്പം എപ്പോഴും ആലോചിച്ചോണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയട്ടെ. 9/12 ആണെങ്കിൽ ഇതിന്റെ റേഷ്യോ എത്ര വരും? എല്ലാവരും ശ്രദ്ധിക്കും. 9/12 ആണെങ്കിൽ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 3, കണ്ടോ, ഇത് 4, കണ്ടോ? അപ്പൊ 3:4 ആയി ഇല്ലേ? അപ്പൊ ഏതോ ഒരു വലിയ, അതുപോലെ തന്നെ 18/24ന്റെ റേഷ്യോയും 3/4 ആണ്. അതേപോലെ തന്നെ 36/48ന്റെ റേഷ്യോയും 3:4 ആണ്. അപ്പൊ നമ്പർ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. അതിന്റെ റേഷ്യോ തന്നിരിക്കുന്നത്, നമ്പർ എന്നില്ല. അപ്പം റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് റിയൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി, ഇപ്പം 3ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 9 കിട്ടിയത്. ആ 4ന്റെ കൂടെയും 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 12 കിട്ടിയത്. ഇനി 3ന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 18 കിട്ടിയത്. 4ന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോയിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥ നമ്പർ എഴുതണമെങ്കിൽ ഏതോ ഒരു സെയിം നമ്പർ രണ്ടിന്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇല്ലേ? അപ്പൊ നിങ്ങൾ റേഷ്യോ തരുവാണെങ്കിൽ, അപ്പൊ ലെറ്റ് ദ നമ്പർ ബി, ലെറ്റ് ദ നമ്പർ ബി 3x ആൻഡ് 4x. ശരിയല്ലേ? കാരണം 3ന്റെ കൂടെ x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ആ നമ്പർ കിട്ടും. 4ന്റെ കൂടെ അതേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ, റിയൽ നമ്പർ കിട്ടും. അതിനെ വെട്ടി ചെറുതാക്കുമ്പോഴാണ് 3:4 കിട്ടുന്നത്. ഓക്കെ. ഇനി അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ എന്താ? അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ എത്രയാ? 3x പ്ലസ് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? എത്ര? രണ്ടിന്റെ കൂടെ 3 ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ 3x പ്ലസ് 3xന്റെ കൂടെ 3 ഇൻക്രീസ് ചെയ്തു, ഈസ് ടു എന്താ 4xന്റെ കൂടെയും 3 ഇൻക്രീസ് ചെയ്തപ്പോൾ അതിന്റെ റേഷ്യോ എത്ര വന്നെന്നാ പറഞ്ഞത്? 4:5 എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയോ, 3x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4/5 എന്ന് എഴുതാമല്ലോ, ഇല്ലേ? ഇതിങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 into 3x plus 3 is equal to 4 into 4x plus 3. അപ്പം എന്താണ് ഇത്? 15x plus 15 which will be is equal to 16x plus 12. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിങ്ങോട്ടും പോകുമ്പോൾ 15 minus 12 is equal to 16x minus 15x എന്ന് വരും, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 3 is equal to എന്താ? 1x. അതായത് x is equal to എത്രയാ? 3. കണ്ടോ? അപ്പൊ അതിന്റെ നമ്പർ ഏതൊക്കെയാ? therefore numbers are ഏതാ? 3x എന്ന് പറയുമ്പോൾ എത്ര വരും? 3 into 3 9. 4x എന്ന് പറയുമ്പോൾ എത്രയാ? 4 into 3 is equal to എത്രയാ? 12. അപ്പൊ 9 ഉം 12 ആണ് നമ്പർ. കണ്ടോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ. അപ്പൊ എത്രയാ? 12 minus 9 എത്രയാ? 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. The work done by
x minus 3 men, x minus 3 men, x minus 3 men in 2x plus 1 days, 2x plus 1 days, days, and the work done, and the work done by 2x plus 1 men in x plus 4 days are in ratio 3:10. Find the value of x. അതായത് ഇവർ പറയുന്നത്, ഇപ്പം ഒരു ഉദാഹരണം എക്സാമ്പിൾ പറയാം. 10 ആൾക്കാർ 5 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 20 ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 2.5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പം ഇവരുടെ വർക്കിന്റെ റേഷ്യോ കിടക്കുന്നത് 3:10 ആണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ. ഇതിന് പകരം അവരെന്തോ വന്നിരിക്കുന്നത്, അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ ഇതിനെ റേഷ്യോയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും. അതായത് ഒന്നും നോക്കണ്ട, ഇപ്പം ഈ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എക്സ് മൈനസ് ആൾക്കാർ ഇത്ര ഡേയ്സ് വർക്ക് ചെയ്തു, അപ്പൊ അവർ ചെയ്ത ടോട്ടൽ വർക്ക് എത്രയാണ്? ഇപ്പം 5 ആൾക്കാർ 10 ദിവസം വർക്ക് ചെയ്തു, അവർ ചെയ്ത ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? 5 × 10 ആയിരിക്കും, ശരിയല്ലേ? 2 ആൾക്കാർ 20 ദിവസം വർക്ക് ചെയ്തെങ്കിൽ അവരുടെ ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? 2 × 20 ആയിരിക്കും, ശരിയല്ലേ? ആണ്. അതേപോലെ ഇവിടെ എന്താ, ഇവിടെ എക്സ് മൈനസ് ആൾക്കാർ 2x plus 1 ഡേയ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ടോട്ടൽ വർക്ക് എന്തായിരിക്കും? ടോട്ടൽ വർക്ക് എന്തായിരിക്കും? അതായത് എക്സ് മൈനസ് 3 ഇൻറ്റു എന്താണ് 2x plus 1 ആയിരിക്കും അവർ ചെയ്ത ടോട്ടൽ വർക്ക്, ആണല്ലോ. പിന്നെ അതിന്റെ രണ്ടിനെ റേഷ്യോ ഈസ് ടു 2x plus 1 ഇൻറ്റു x plus 4 ഈസ് ഈക്വൽ ടു, അവരുടെ റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞത്? 3:10. അതായത് ഇനി സിമ്പിൾ അല്ലേ, ഇങ്ങനെ ചെയ്താൽ പോരെ? എക്സ് മൈനസ് 3 ഇൻറ്റു 2x plus 1 ഡിവൈഡഡ് ബൈ 2x plus 1 ഇൻറ്റു x plus 4 ഈസ് ഈക്വൽ ടു 3/10 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് x ഇൻറ്റു 2x plus 1 മൈനസ് 3 ഇൻറ്റു 2x plus 1 ഡിവൈഡഡ് ബൈ 2x ഇൻറ്റു x plus 4 പ്ലസ് 1 ഇൻറ്റു x plus 4 ഈസ് ഈക്വൽ ടു 3/10. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x² പ്ലസ് 1x മൈനസ് 3, ഇത് മൈനസ് 3 ഇൻറ്റു 2x എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് 6x പ്ലസ് അത് മൈനസ് ആയി പോകും അല്ലേ? ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും -3 തന്നെ വരും, ശരിയല്ലേ? -3 താഴെ അതേപോലെ തന്നെ 2x² പ്ലസ് 8x പ്ലസ് 1x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 3/10. മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, 2x² പ്ലസ് 1x മൈനസ് 5x എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? -x ആണ്, -5x ആണ്, -5x -3 ഡിവൈഡഡ് ബൈ ഇവിടെ 2x² ഇവിടെ പ്ലസ് 9x പ്ലസ് 4 ഈസ് ഈക്വൽ ടു എത്രയാ? 3/10. ഇതിങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു 2x² മൈനസ് 5x മൈനസ് 3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2x² പ്ലസ് 9x പ്ലസ് 4. അപ്പോൾ ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20x² മൈനസ് 50x മൈനസ് 30 ഈസ് ഈക്വൽ ടു 6x² പ്ലസ് 27x പ്ലസ് 12. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപോലെ ആക്കാം. 20x² മൈനസ് 6x², അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അതേപോലെ മൈനസ് 50x മൈനസ് 27x ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പിന്നെ മൈനസ് 30 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 14x² മൈനസ് 77x മൈനസ് 42 ഈസ് ഈക്വൽ ടു 0 ആണോ? കോമൺ എടുക്കാം. എന്ത് കോമൺ എടുക്കാം? 7 കോമൺ എടുക്കാം. 7 കോമൺ എടുക്കുകയാണെങ്കിൽ 2x²
2x square minus 11x minus 6 is equal to 0 ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, ഇത് ഈ 7 അങ്ങ് പോകും, ബാക്കി എന്താ 7 അങ്ങ് ഇങ്ങോട്ട് ഡിവൈഡ് ആയി പോകും, 0 ആയി പോകും. 2x square minus 11x minus 6 is equal to 0. ഇനി എന്ത് ചെയ്യണം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് കണ്ടുപിടിക്കണം. എങ്ങനെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 into minus 6 ആണ്, minus 12 ആണ്. സം എന്ന് പറയുമ്പോൾ എത്രയാണ്, minus 11 ആണ്. എങ്ങനെ കിട്ടുന്നത്, അങ്ങനെ കിട്ടും. ആ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 12 into 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടണം, 12 plus 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് minus 11 കിട്ടണം, രണ്ടും മൈനസ് കിട്ടണം. അപ്പം ഇവിടെ ഒരു മൈനസ് ഇവിടെ ഒരു മൈനസ് ഇട്ടാൽ മതി, ശരിയല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, 2x square minus 12x minus 1x minus 6 is equal to 0. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ x minus 6, ഇവിടെ minus 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലസ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് എക്സ് മൈനസ് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് തന്നെയാണ്, എക്സ് മൈനസ് 6 is equal to 0. വീണ്ടും എക്സ് മൈനസ് 6 രണ്ടിടത്തു നിന്ന് കോമൺ എടുത്ത് ബാക്കി എത്രയാണ്, 2x plus 1 is equal to 0. അവിടുന്ന് എക്സ് മൈനസ് 6 is equal to 0, x is equal to 6, 2x plus 1 is equal to 0, അവിടുന്ന് 2x is equal to 1 minus 1, x is equal to minus 1/2. അപ്പോൾ മൈനസ് വാല്യൂ വരത്തില്ല, പോസിറ്റീവ് വരത്തുള്ളൂ. ഇതായിരിക്കും ദേവനാരായൺ ഓക്കെ ആണോ, ദേവനാരായൺ? Yes, sir. നിരഞ്ജൻ ഓക്കെ ആണോ, നിരഞ്ജൻ, സന, ആരോൺ? Yes, sir. Yes, sir. Okay. ഓക്കെ, ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതിയില്ലെങ്കിൽ പറയാ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഞാൻ ഇന്ന് എത്ര വേർഡ് പ്രോബ്ലം ചെയ്യുന്നു അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. അത്ര ഞാൻ തൽക്കാലം നമ്മൾ അങ്ങനെ നിന്ന്, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. If Avinash if Avinash travels at a speed of 60 km per hour, 60 km per hour,
and covers a distance of covers a distance of covers a distance of covers a distance in 9 hours in 9 hours 9 hours. Then how much time then how much how much time how much time will he take he take will he take to travel to travel travel the same distance travel same distance at a speed of 90 kilometer per hour. തന്നെ ചെയ്തേ പെട്ടെന്നാട്ടെ ഒന്ന് ട്രൈ ചെയ്ത് പെട്ടെന്നാട്ട് ഫാസ്റ്റ്.
ഞാൻ ആൻസർ എത്ര വന്നു? 2. കിട്ടിയോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അവിനാഷ് എന്താ ചെയ്തിരിക്കുന്നത്? അതായത് 60 km/h ട്രാവൽ ചെയ്യാണ് അല്ലേ? 60 km/h ട്രാവൽ ചെയ്യാണ്. 60 km/h ട്രാവൽ ചെയ്യാണ്. അതായത് സ്പീഡാണ് തന്നിരിക്കുന്നത്. S1 എന്ന് എടുക്കാം അല്ലേ? അപ്പം 9 മണിക്കൂർ എടുത്തു, ശരിയല്ലേ? 9 മണിക്കൂർ എടുത്തപ്പം എന്താണ് ടൈം? T1 ഈക്വൽ എത്രയാണ്? 9 hours. How much time will it take to travel the same distance at a speed of 90? അങ്ങനെയാണെങ്കിൽ S2 എന്ന് പറയുന്നത് 90 ആണ് തന്നിരിക്കുന്നത് അല്ലേ? 90 km/h. ടൈം എത്ര എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്? T2 അല്ലേ? നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഈസിക്കൽ ടു, ആദ്യത്തെ കേസിൽ സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. അപ്പോൾ അവിടുന്ന് ഡിസ്റ്റൻസ് ഈസിക്കൽ എന്ന് എഴുതാം, സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പം സ്പീഡ് 60 ആദ്യത്തെ കേസിൽ, ഫസ്റ്റ് കേസാണ്, S1 ആണ്. അപ്പം S1 ഇൻറ്റു T1 ഇല്ലേ? അതിപ്പം ഡി സെയിം ആണ്. അപ്പോൾ 60 ഇൻറ്റു എത്ര? 9, 9 64, 540 എത്രയാ കിലോമീറ്റർ എന്ന് കിട്ടും. ഏതാ അവേഴ്സ്? വേണ്ട, എല്ലാം കിലോമീറ്ററിലല്ലേ തന്നിരിക്കുന്നത്. ഏതാ? സെക്കൻഡിലോട്ട് ആക്കിയാലും കവറിലോട്ട് ആക്കിയാലും കിട്ടുന്ന 6 ഉള്ളൂ, റേഷ്യോ അല്ലേ കിട്ടുന്നത്. നേരത്തെ 9/12 ചെയ്തപ്പോഴും 18/36 ചെയ്തപ്പോഴും 3/4 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ അതങ്ങനെ കിട്ടും, അത് കുഴപ്പമില്ല. അപ്പം കാരണം ഇതെല്ലാം km/h തന്നെ അല്ലേ തന്നിരിക്കുന്നത്, പിന്നെ നമ്മൾ എന്തിനാ? ഇത് സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ അവിടെയും സ്പീഡ് ഈസിക്കൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സെയിം ഡിസ്റ്റൻസ് ഈസിക്കൽ എത്രയാണ്? S2 ഇൻറ്റു T2 ആണ്. ഇത് എത്രയാ? 540 ഈസിക്കൽ എത്രയാ? 540 ഈസിക്കൽ എത്രയാ? 90 ഇൻറ്റു T2. അവിടെ നിന്ന് 540 ഡിവൈഡഡ് ബൈ 90, ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ കണ്ടോ T2 ഈസിക്കൽ എത്രയാ? 6 എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനുമായിട്ട് എന്തോ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ല വേണ്ട, ഇത് എളുപ്പം, വേറെ കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. ഇത് മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇത് ഓക്കെ ആണോ? നിരഞ്ജൻ ഓക്കെ ആണോ? സന ഓക്കെ ആണോ? ആരോൺ ഓക്കെ ആണോ? ദേവനാരായൺ? Yes, sir. Okay. ഓക്കെ, സന ഓക്കെ ആണോ? സന? Yes, sir. Okay. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Two numbers are in ratio. 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 Two is to three. If 6 is added to both the numbers, then the ratio between the two numbers become 8:11. Find the greatest number. ഇത് ഞാൻ പറഞ്ഞ തരത്തില്ല, തന്നെ ചെയ്യാൻ ശ്രമിക്കണം. സിമ്പിളാ.
നേരത്തെ പോലെ തന്നെയല്ലേ ഉള്ളൂ. ടു നമ്പേഴ്സ് ആർ ഇൻ റേഷ്യോ. ലെറ്റ് ദ നമ്പർ ബി എന്താ? ലെറ്റ് ദ നമ്പർ ബി എന്താ? നമ്പർ ബി 2x ആൻഡ് 3x ഇല്ലയോ? അങ്ങനെ 6 ആഡഡ് ടു ബോത്ത് നമ്പർ എന്ന് പറയുമ്പോൾ 2x പ്ലസ് 6 ഈസ് ടു 3x പ്ലസ് 6 3x പ്ലസ് 6 ഈസിക്കലി എന്താ? റേഷ്യോ എത്ര ആവുന്ന പറഞ്ഞത്? 8:11. സിമ്പിൾ അല്ലേ? 2x പ്ലസ് 6 ഡിവൈഡ് ബൈ 3x പ്ലസ് 6 ഈസിക്കൽ ടു 8/11. ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 11 ഇൻറ്റു 2x പ്ലസ് 6 ഈസിക്കൽ ടു 8 ഇൻറ്റു 3x പ്ലസ് 6 ആണല്ലോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22x പ്ലസ് 66 ഈസിക്കൽ ടു 24x പ്ലസ് 48 അല്ലയോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിങ്ങോട്ടും വരുവാണെങ്കിൽ 66 മൈനസ് 48 ഈസിക്കൽ ടു 24x മൈനസ് 22x. അങ്ങനെയാണെങ്കിൽ 66 നിന്ന് 48 പോയി കഴിഞ്ഞാൽ എത്ര വരും? 46 66 20 18 വരും. ഈസിക്കൽ ഇത് എത്ര വരും? 2 വരും. 2x. അപ്പോൾ x ഈസിക്കൽ എത്രയാണ്? 18/2 എത്രയാണ്? 9. x ഈസിക്കൽ ടു 9 ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ റേഷ്യോക്കകത്ത് കൊണ്ട് ഇട്ട് കൊടുക്കണം. 2x ആണ്. 2x എന്ന് പറയുമ്പോഴത്തേക്കും 2 ഇൻറ്റു 9 എത്രയാണ്? 18. അതേപോലെ തന്നെ അടുത്ത എത്രയാണ്? 3x ആണ്. 3x അപ്പോൾ എത്രയാണ്? 3 ഇൻറ്റു 9 അപ്പോൾ എത്രയാണ്? 27. അപ്പം 27 ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ. അത് എടുത്ത് എഴുതണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഞാൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു in an examination the number of those who passed and the number of those who failed were in the ratio 3:1. If 8 more had appeared and 6 less passed, the ratio of passed to failures two failures would have been 5:3. Find the total number of candidates who appeared in the examination. ട്രൈ ചെയ്ത് പെട്ടെന്നാട്ടെ.
കിട്ടുന്നുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും കിട്ടിയോ ഒന്നും പറഞ്ഞേ? അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇൻ ആൻ എക്സാമിനേഷൻ നമ്പർ ഓഫ് ദോസ് ഹു ഹാവ് പാസ്ഡ് ആൻഡ് നമ്പർ ഓഫ്, അപ്പം പാസ്ഡിനെ പി എടുക്കാം, ഫെയിൽഡിനെ എഫ് എന്ന് എടുക്കാം. അപ്പൊ പി ഈസ് ടു എഫ് എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? 3:1 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എത്ര പേരുണ്ടായിരുന്നു? അപ്പം മൊത്തം എത്ര പേര് കാണും? ലെറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് എത്രയായിരിക്കും? ടോട്ടൽ എത്രയാണ്? 3x ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് എത്രയാണ്? ഇവിടുത്തെ ഈ പുറകിലത്തെ ഫ്രണ്ടിലെ ലൈറ്റ് ഇടാൻ പറ, ആ കൊതുകരിയും കൂടി നീ എടുത്തോണ്ടെങ്കിൽ വന്നാൽ. ഫെയിൽഡ് എന്ന് പറയുന്നത് 1x ആണ്, ആണോ? ആണ്. അവരെന്തോ പറഞ്ഞു? അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 8 more had appeared and 6 less passed and the ratio becomes എത്രയാ? 8 പേര് കൂടുതൽ, 8 പേര് എന്താണ് കൂടുതൽ അപ്പിയർ ചെയ്തു, 6 പേര് ലെസ് പാസ്ഡ് കുറച്ച് പാസ് ചെയ്തില്ല. അപ്പൊ അവരുടെ റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് എത്രയായി? 5:3 ആയി. അതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? അതാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന് ട്രൈ ചെയ്തേ. എല്ലാവരുടെ ആൻസർ എനിക്ക് അറിയണേ, എങ്ങനെയാ അത് എഴുതുന്നതെന്ന്. വല്ലതും നടക്കുമോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് ഇവിടെ എല്ലാവരും ഒന്ന് നോക്കിക്കോണേ. അപ്പം ഇത് 3x ഇത് 2x എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ? അപ്പൊ ഞാൻ പാസ്ഡ് ഈസ് ടു ഫെയിൽഡ് ഈസ് ഈക്വൽ ടു 3:1 ആണല്ലോ. ഓക്കെ, അപ്പം ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ അപ്പിയേർഡ്, അതായത് 8 കൂടുതൽ ആൾക്കാർ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പിയേർഡിന്റെയും കൂടെ ഒരു ഇത് നമുക്ക് ഇവിടെ എഴുതണേ, അപ്പിയേർഡിന്റെയും കൂടെ എഴുതണം. അപ്പം ഇതും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം, പാസ്ഡ് ഫെയിൽഡ് അപ്പിയേർഡ്. ഓക്കെ, പാസ്ഡ് ആദ്യം എത്രയായിരുന്നു? 3x ആയിരുന്നു. ഫെയിൽഡ് എത്രയായിരുന്നു? 1x ആയിരുന്നു. അപ്പൊ അപ്പിയേർഡ് എത്രയായിരിക്കും? മൊത്തം 4x, ശരിയല്ലേ? 4x മൊത്തം അപ്പിയർ ചെയ്തത് 3 പേര് തോറ്റു, 3 പേര് ജയിച്ചു, ഒരാൾ തോറ്റെങ്കിൽ മൊത്തം അപ്പിയർ ചെയ്ത് എത്ര? 4 പേര്. അവർ രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? 8 more appeared എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തം 4x കൂടെ 8 കൂടി എന്നല്ലേ അതിനർത്ഥം? അതായത് അപ്പിയർ ചെയ്തിരിക്കുന്നതിൽ 8 കൂടി. അതിൽ തോറ്റവർ എത്രയാ? 6 less passed. 6 less passed എന്ന് പറഞ്ഞാൽ എന്താ? 6 less passed എന്ന് പറഞ്ഞാൽ എന്താ? 6 പേര് കുറച്ച് പാസ് ആയിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കണം, 3x - 6 എന്ന് കൊടുക്കണം അല്ലേ? അപ്പൊ ഇവിടെ എന്തെന്ന് വരും?
1x എന്ന് അങ്ങനെ ഇവിടെ എന്താ വരുന്നത്? മൊത്തം എത്ര? ആ പ്ലസ് അല്ല, ഇവിടെ എത്ര വരണം? ഇവിടെ 8 4x ഇവിടെ 4x + 8 വരാൻ വേണ്ടി ഇവിടെ ബാക്കി എന്താ ചെയ്യേണ്ടത്? ഇവിടെ -6 വന്നു. അപ്പൊ ഇവിടെ എത്ര വരണം? 8 വരാൻ ടോട്ടൽ 2 വരണം. അപ്പൊ +2 ആണോ -2 ആണോ? -2 ആണ്. ആണോ? ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഇത് വെച്ചിട്ട് അതിന് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് സിമ്പിളാ. എന്റെ ആൻസർ നോക്കിയോ ഞാൻ അതിന്റെ എത്ര? ഒന്ന് നോക്കട്ടെ, ഒന്ന് ചെയ്ത് നോക്കട്ടെ. 88 ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്. ഓക്കെ ശരി. ഒന്നുകൂടെ നോക്കി. 88 തന്നെയാണോ? ഉറപ്പാണോ? ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ 6 കുട്ടികള് കുറച്ചേ പാസ്സായിട്ടുള്ളൂ അല്ലെ? ആദ്യത്തേലും 6 കുട്ടികൾ കുറച്ച് പാസ്സായെന്ന് പറയുമ്പോൾ -6 ആണ്. അപ്പം ബാക്കി 2 എണ്ണം ഇവിടെ ആഡ് ആവുക. 2 പേര് ഇല്ലേ? ഇവിടെ അല്ലേ? ഒരു സെക്കൻഡ്, നമ്മൾ ഒറ്റ സെക്കൻഡ്. ഇവിടെ 3x + 2 ചെയ്താലോ? അപ്പം 3x + 2 ചെയ്തിട്ട് 1x - 6 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റേഷ്യോ എത്രയായിരുന്നു? 5/3. ഓക്കെ. അപ്പം 9x + 6 = 5x - 30. 4x = ഇപ്പോഴും 42 വരുന്നുള്ളൂ.
ഓക്കെ, ഇത് ഞാൻ ചെയ്തു തരാമേ. ഇത് 88 കിട്ടുന്നില്ല, 36 42 ആൻസർ കിട്ടുന്നു. ഉം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാമേ. ഈ ക്വസ്റ്റ്യൻ അവിടെ അവിടെ കിടക്കണം, ഞാൻ ചെയ്തിട്ടിട്ട് തരാമേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടെ ഒന്ന്